നല്ല അടിപൊളി അച്ചാർ, എരിവും പുളിയൊക്കെ കറക്റ്റിനുള്ള അച്ചാർ. കൂട്ടുകാർക്ക് അച്ചാർ ഇഷ്ടമാണോ? അച്ചാർ ഇഷ്ടമല്ലാത്ത ആരല്ലേ ഉള്ളത്? എല്ലാവരും അച്ചാർ കഴിച്ചു കാണും. ഒരുപാട് വെറൈറ്റി അച്ചാറുകളുണ്ട് അല്ലേ? നമുക്കൊരു അച്ചാർ ഉണ്ടാക്കി നോക്കിയാലോ? യെസ്, ലെറ്റ്സ് മേക്ക് എ പിക്കിൾ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 6ാം ക്ലാസ് ഇംഗ്ലീഷിലെ മേക്കിംഗ് എ മാംഗോ പിക്കിൾ. യെസ്, ചാപ്റ്ററിന്റെ പേര് പറഞ്ഞേ, എനിക്കിവിടെ കേൾക്കണം. മേക്കിംഗ് എ മാംഗോ പിക്കിൾ. ഏത് പിക്കിളാണ് ഉണ്ടാക്കാൻ പോകുന്നത്? മാംഗോ പിക്കിൾ. പിക്കിൾ അച്ചാർ. ഏത് അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്? യെസ്, മാംഗോ പിക്കിൾ. നമുക്ക് ഒരുമിച്ച് ഉണ്ടാക്കി നോക്കാം. ഓക്കെ, അതിന് മുമ്പ്, അച്ചാർ ഉണ്ടാക്കുന്നതിന് മുമ്പ് ചാപ്മേറ്റിൻ്റെ യൂട്യൂബ് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് റെക്കമെൻഡ് ചെയ്യുക. ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയുക, എടാ ഇങ്ങനെ ഒരു ചാനലുണ്ട്, ഒന്ന് കണ്ടു നോക്ക്, ഇഷ്ടമാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. നമ്മൾ വിക്ടേഴ്സ് ക്ലാസ്സിലെ എന്താണോ വിക്ടേഴ്സ് അതാത് ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വിക്ടേഴ്സ് ഏത് ടൈം ടേബിൾ ആണോ ഫോളോ ചെയ്യുന്നത്, അതേ ടൈം ടേബിൾ ഫോളോ ചെയ്തുകൊണ്ടാണ് ചാപ്മേറ്റ് കൂട്ടുകാരുടെ മുന്നിലേക്ക് വീഡിയോസ് എത്തിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും സംശയം, ഞങ്ങളുടെ വീഡിയോസിൽ എന്തെങ്കിലും സംശയം കൂട്ടുകാർക്ക് തോന്നുകയാണെങ്കിൽ, അല്ലെങ്കിൽ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് എന്ത് സംശയങ്ങളും കൂട്ടുകാർക്ക് തോന്നുകയാണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിട്ടുള്ള വാട്സപ്പ് നമ്പറിലും കോൺടാക്ട് നമ്പറിലും നേരിട്ട് ബന്ധപ്പെടുക. എനി ടൈം എനിവർ നിങ്ങൾക്ക് ചാപ്മേറ്റുമായി ബന്ധപ്പെടാവുന്നതാണ്. ഞങ്ങളുടെ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് ID ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാരെ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഫോളോ ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പോൾ എല്ലാവരുടെ കയ്യിലും ടെക്സ്റ്റ് ബുക്കും പെന്നും ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. യെസ്, മേക്കിംഗ് എ മാംഗോ പിക്കിൾ. It was 8 or 9 in the morning. Harihar's son was playing by himself in the open veranda of their house when Durga called out suddenly from behind the jackfruit tree in their courtyard. Appu, Appu. She had just made an appearance after having been away from home all morning. Durga was now about 11. She was thin and darker than Appu, glass bangles clinging on her arms, a none too clean saree and wind-swept dry hair flying anyway. That was Durga. On her finely shaped face, her eyes shone large like her brother's. "What is it?" asked Appu, jumping off the veranda in front of their house and coming up to her. Durga held a half coconut shell in her hands. She lowered it to show Appu its contents. Slices of tender green mango before the seed had hardened. Then in an undertone, "Is Ma back from the ghat yet?" "No," said Appu, shaking his head. "Can you fetch me a bit of oil and some salt?" she asked him secretively. "I'll pickle these." "Where did you get them from, Didi?" Appu was delighted. They were lying on the ground just under the Sindur Kundo tree. "Now get me a pinch of salt and some oil, will you?" But Ma will give it to me if I bring down the oil pot from the shelf," replied Appu, scared. "Run and get it fast. It will be a while before she is back. She is gone to wash the clothes. Hurry up." "The shell," said Appu. "Give me the shell. I'll pour it into the shell. You stand by the back door and keep a lookout. Mind you, don't spill any oil on the floor. Better be careful. Otherwise, Ma will know for sure. You are such a good for nothing." When Appu came out of the house, Durga took the coconut shell from him and expertly got the mix of oil and salt into the mango slices. "Here, put out your hand. Didi, are you going to eat all the rest yourself? Do you think you can get us a nice chili? I'll give you an extra slice if you do." "But how shall I get to the chilies, Didi? They are right up on the shelf. I can't even reach it." "Don't bother. I'll get some more mangoes later in the day. You know that tree by the pond?
There is lots and lots of budding mangoes that will fall off in the afternoon sun. The back door opened with a sharp clang and Sarbojoya was heard calling out, Dugga, oh Dugga. That's Ma calling, quick, go and see what's up. Finish it up over there. No, wait, you have got grains of salt all over your mouth. Wipe them away first. Durga heard her mother call out yet again, but there was no way she could reply, for her mouth was quite full. She began furiously devouring the slices of pickled mango. When she found that she still had many left, she hid behind the trunk of the jackfruit tree and started to gobble up the rest. Appu stood behind her, frantically swallowing his share, for there was no time to chew. As he ate, he smiled a guilty smile at his sister. You little monkey, she said to her brother, why don't you wipe your face clean? There is salt all over your face even now. Then, putting on a most innocent expression, she entered the house. What is it, Ma? She asked. And where had you gone wandering? May I know? Asked Sarbojoya. And where is that monkey gone? I'm hungry, Ma, announced Appu, appearing suddenly. Now hold on, let me take a breath. Oh, Dugga, go and check on the calf, will you? It's been lowing away. A little later, when she sat down in the veranda in front of the kitchen to cut up a cucumber for children, Appu flopped down next to her. Ma, do take some more of that white stuff out of the cucumber. It sticks in my mouth, he said. Durga spread out her palm to get her share and asked a little hesitantly, isn't there any more of the rice fry, Ma? Oh, it's impossible. All those tart mangoes have set my teeth on edge. Oh, it's impossible. All those tart mangoes have set my teeth on edge, began Appu. He stopped abruptly when he saw Durga frowning and winking at him. Where did you get mangoes from? Asked his mother. Appu was afraid to tell the truth. He looked questioningly at his sister, wondering what to reply. Sarbojoya turned to her daughter and demanded, So you had gone out again? Durga paled. Ask him, I was just there by the jackfruit tree, and then just as you called. Fortunately, the conversation was cut short by the entry of the milk woman Shorno. She had come to milk their cow. Go, catch the calf, said Sarbojoya to her daughter. Appu followed his sister out to watch the cow being milked. As soon as he stepped into the outer courtyard, Durga landed him a smart blow on his back. You wretch monkey! She made faces at him and mimicked him. All those tart mangoes have set my teeth on edge. Dumbo, no brains at all. കൂടാതെ ഈ കഥ മനസ്സിലായോ? കുറച്ചൊക്കെ മനസ്സിലായി അല്ലേ? ഞാൻ ഈ ചാപ്റ്റർ മുഴുവൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലുള്ള ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ് ഒന്ന് ഓർത്ത് നോക്കിക്കേ. ആരൊക്കെയാണ് നമ്മളിവിടെ വായിച്ചത്? പറഞ്ഞേ. അപ്പു, ദുർഗ ആൻഡ് ദെയർ മദർ സാർബോജോയ. പിന്നെ ഒരാളും കൂടി ഉണ്ടല്ലോ, അവസാനം വന്ന ഒരാൾ. ആരാ നമ്മുടെ ദുർഗയെ രക്ഷപ്പെടുത്തിയ ആള് ആരാണ്? യെസ്, ഷൊർണോ അല്ലേ? മിൽക്ക് വുമൺ ഷൊർണോ. യെസ്, നമുക്ക് എന്തായാലും ചാപ്റ്റർ വായിച്ച് നോക്കാം.
വാട്ട് ഈസ് ഇറ്റ് ആസ്ക്ഡ് അപ്പു. എന്താ ഇത് ചേച്ചി? അപ്പു ചോദിക്കാം. ജമ്പിങ് ഓഫ് ദ വരാന്ത ഇൻ ഫ്രണ്ട് ഓഫ് ദെയർ ഹൗസ് ആൻഡ് കമ്മിങ് അപ് ടു ഹെർ. അവരുടെ വീടിൻ്റെ വരാന്തയിൽ അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയല്ലേ ആര്? അപ്പു. അപ്പോൾ അവിടുന്ന് ചാടിക്കടന്ന് ആരുടെ അടുത്തേക്ക് വരിക? ദുർഗയുടെ അടുത്തേക്ക് വരിക. ആര്? അപ്പു. യെസ്. എന്താ ഇത് ചേച്ചി എന്ന് പറഞ്ഞ് ചേച്ചിയെ കണ്ട പാടെ വരാന്തയിൽ നിന്നും ചാടി വരിക. ആര്? അപ്പു. യെസ്. അപ്പം എന്താണ് കയ്യിലുള്ളത് നമുക്ക് നോക്കാം. ദുർഗ ഹെൽഡ് എ ഹാഫ് കോക്കനട്ട് ഷെൽ ഇൻ ഹെർ ഹാൻഡ്സ്. പകുതി തേങ്ങാമുറി ഉണ്ടായിരുന്നു ആരുടെ കയ്യിൽ? ദുർഗയുടെ കയ്യിൽ ഒരു പകുതി മുറിച്ച തേങ്ങാമുറി ഉണ്ടായിരുന്നു. ഷീ ലോവേർഡ് ഇറ്റ് ടു ഷോ അപ്പു ഇറ്റ്സ് കണ്ടൻസ്. തേങ്ങാമുറി മാത്രമല്ല, അതിനകത്ത് വേറെ എന്തൊക്കെയുണ്ട്. അപ്പം അതിനകത്ത് എന്താണെന്ന് കാണാൻ വേണ്ടി അപ്പുവിന് ഇങ്ങനെ കാണിച്ചു കൊടുത്തു. കണ്ടൻസ്, ഉള്ളടക്കം. യെസ്, കണ്ടന്റ്, ഉള്ളടക്കം. കണ്ടന്റ്, ഉള്ളടക്കം. ആ തേങ്ങാമുറിയിൽ എന്താ ഉള്ളത് എന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി എന്താ ചെയ്യുന്നത്? ദുർഗ ഒന്ന് താഴ്ത്തി കൊടുത്തു. താഴ്ത്തി ആർക്ക് കാട്ടിക്കൊടുത്തു? അപ്പുവിന്. യെസ്. സ്ലൈസസ് ഓഫ് ടെൻഡർ ഗ്രീൻ മാംഗോ ബിഫോർ ദ സീഡ് ഹാഡ് ഹാർഡൻഡ്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമല്ലേ പച്ചമാങ്ങ? അപ്പോൾ വിത്ത് കട്ടിയാവുന്നതിന് മുമ്പ്, അതായത് അകം കട്ടിയാവുന്നതിന് മുമ്പ്, ഉറപ്പാവുന്നതിന് മുമ്പുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ടെൻഡർ ആയിട്ടുള്ള പഴുത്ത് പാകമാകാത്ത പച്ചമാങ്ങ. യെസ്, പച്ചമാങ്ങയുടെ കഷണങ്ങളാണ് ആ പകുതി മുറിഞ്ഞ തേങ്ങാപ്പൂളിൽ അവർ വെക്കുന്നത്. ആര്? ദുർഗ. ആ തേങ്ങയുടെ കൂടില്ലേ, തേങ്ങാക്കൂട്, പകുതി തേങ്ങാക്കൂട്. ആ തേങ്ങാക്കൂടിൽ എന്താ ഉള്ളത് പറഞ്ഞേ? സ്ലൈസസ് ഓഫ് ഗ്രീൻ ടെൻഡർ മാംഗോ. യെസ്, ഈ പച്ചമാങ്ങയുടെ കഷണങ്ങൾ. യെസ്. ദെൻ ഇൻ ആൻ അണ്ടർടോൺ, പിന്നെ ഒരു പതിഞ്ഞ സ്വരത്തിൽ. അണ്ടർടോൺ, 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 പതിഞ്ഞ ശബ്ദത്തിൽ. അണ്ടർടോൺ, പതിഞ്ഞ ശബ്ദത്തിൽ. യെസ്, പതിഞ്ഞ ശബ്ദത്തിൽ. അണ്ടർടോൺ, മെല്ലെ പതിഞ്ഞ ശബ്ദത്തിൽ. എന്തിനാ ഇങ്ങനെ എത്ര പതിഞ്ഞ ശബ്ദത്തിൽ പറയുന്നേ? നമുക്ക് നോക്കാം. ഈസ് മാ ബാക്ക് ഫ്രം ദ ഗാർഡ് യെറ്റ്. അമ്മ മലയിൽ നിന്ന് വന്നോ? അമ്മ മലയിൽ പോയില്ലേ? വന്നോ എന്ന് ചോദിക്കുക. ആര്? ദുർഗ. കാരണം രാവിലെ പോയതാ അല്ലേ? രാവിലെ പോയി ഇപ്പോഴാണ് ഒന്ന് മുഖം കാണിക്കുന്നത്. ആര്? ദുർഗ. അപ്പം പേടിയുണ്ട്, അമ്മ വഴക്ക് പറയുന്നുള്ളേ, അതുകൊണ്ടാണ് മെല്ലെ സംസാരിക്കുന്നത്. യെസ്. നോ സെഡ് അപ്പു ഷേക്കിംഗ് ഹിസ് ഹെഡ്. ഇല്ല, അമ്മ വന്നിട്ടില്ല. ആര് പറയുന്നു? അപ്പു. തല ആട്ടിക്കൊണ്ട് പറയാ. ക്യാൻ യു ഫെച്ച് മീ എ ബിറ്റ് ഓഫ് ഓയിൽ ആൻഡ് സം സോൾട്ട്. നീ കുറച്ച് ഉപ്പും ഈ ഓയിലും എണ്ണയും എടുത്തുകൊണ്ട് വരുമോ? ഫെച്ച്, കൊണ്ടുവരിക. യെസ്, ഫെച്ച്, ഫെച്ച്, കൊണ്ടുവരിക. ഫെച്ച്, കൊണ്ടുവരിക. കൂട്ടുകാർ, ഞാൻ എഴുതുന്നതിൻ്റെ സ്പെല്ലിങ് നോക്കണം കേട്ടോ. ഞാൻ ഏതൊക്കെ വേർഡ്സ് ആണോ ഇവിടെ എഴുതുന്നത് അതിൻ്റെയൊക്കെ സ്പെല്ലിങ് കൂട്ടുകാർ നോക്കണം. യെസ്. നീ കുറച്ച് ഉപ്പും ഓയിലും എടുത്തു വരുമോ? എണ്ണയും ഉപ്പും എടുത്തു വരുമോ? എന്തിനാന്ന് നമുക്ക് നോക്കാം. ഷീ ആസ്ക്ഡ് ഹിം സീക്രട്ടീവ്ലി. രഹസ്യമായി, ആരും കേൾക്കാതെ പറയുക. ആരോട്? അപ്പുവിനോട്. ദുർഗ. ഐ വിൽ പിക്കിൾ ദീസ്. നമുക്കിത് അച്ചാറിടാം. ഞാനിത് അച്ചാറിടും. നീ അച്ചാറിടാൻ പോയിട്ട് കുറച്ച് എണ്ണയും ഉപ്പും എടുത്തിട്ട് വന്നേ, നമുക്കിത് അച്ചാറിടാം. വെർ ഡിഡ് യു ഗെറ്റ് ദം ഫ്രം ദീദി. അപ്പുവിന് ഇപ്പോഴും ആ ഒരു ആശ്ചര്യം മാറിയിട്ടില്ല. ഈ കയ്യിൽ എന്താണെന്നുള്ളത് അറിയാനായിരുന്നു ആദ്യം. അറിഞ്ഞതിന് ശേഷം ഇത് എവിടെ നിന്നാണ് കിട്ടിയത് എന്നാണ് ചോദിക്കുന്നത്. ആര്? അപ്പു. എവിടെ നിന്നാണ് കിട്ടിയത് ദീദി? യെസ്, അപ്പു വാസ് ഡിലൈറ്റഡ്. അപ്പു സന്തോഷിച്ചു. ഡിലൈറ്റഡ്, ആകാംക്ഷയോടെ ചോദിച്ചു. യെസ്, ഡിലൈറ്റഡ്, ഡിലൈറ്റഡ്, സന്തോഷിച്ചു, ആകാംക്ഷയോടെ ചോദിച്ചു, സന്തോഷിച്ചു, ഡിലൈറ്റഡ്. അപ്പോൾ എവിടുന്നാണ് ഇത് കിട്ടിയത് എന്ന് ചോദിക്കാം. ദേ വേർ ലൈങ് ഓൺ ദ ഗ്രൗണ്ട് ജസ്റ്റ് അണ്ടർ ദ സിന്ദൂർ കുന്തോ ട്രീ. സിന്ദൂർ കുന്തോ മരമില്ലേ, ആ സിന്ദൂർ കുന്തോ മരത്തിൻ്റെ അടിയിൽ നിലത്ത് ഇങ്ങനെ കിടക്കുമായിരുന്നു ഈ മാംഗോ. നൗ ഗെറ്റ് മീ എ പിഞ്ച് ഓഫ് സാൾട്ട് ആൻഡ് സം ഓയിൽ. നീ ഒരു നുള്ള് സോൾട്ടും ഓയിലും എടുത്തു വന്നേ. വിൽ യു? എടുത്തുകൊണ്ട് വരുമോ? നീ ഒന്ന് എടുത്തുകൊണ്ട് വരുമോ? ഒരു നുള്ള് ഉപ്പും വെളിച്ചെണ്ണയും എടുത്തുകൊണ്ട് വരുമോ? But Ma will give it to me if I bring down the oil pot from the shelf. ഞാൻ ആ എണ്ണപ്പാത്രം എടുത്താൽ അമ്മ അറിയും. റിപ്ലൈഡ് അപ്പു സ്കേഡ്. അപ്പു പേടിച്ച് പറഞ്ഞു. കാരണം ഇതെടുത്താൽ അമ്മ എന്തായാലും അറിയും. കാരണം അപ്പു ചെറുതല്ലേ. അപ്പോൾ ഇവൻ ആ ഷെൽഫിൽ പോയിട്ട് ഈ ഓയിലിൻ്റെ പാത്രം, ഓയിൽ പോട്ട്, എണ്ണപ്പാത്രം എടുത്താൽ അമ്മ എന്തായാലും അറിയും. പേടിച്ച് പറയാം അപ്പു. റൺ ആൻഡ് ഗെറ്റ് ഇറ്റ് ഫാസ്റ്റർ. നീ വേഗം പോയി എടുത്തിട്ട് വന്നേ, വേഗം പോയി എടുത്തിട്ട് വാ. ഇറ്റ് വിൽ ബി എ വൈൽ ബിഫോർ ഷീ ഈസ് ബാക്ക്. അമ്മ വരാൻ കുറച്ച് നേരമാവും. അമ്മ തിരിച്ചു വരാൻ കുറച്ച് നേരമാവും. ഷീ ഈസ് ഗോൺ ടു വാഷ് ദ ക്ലോത്ത്. അമ്മ തുണി അലക്കാൻ പോയതല്ലേ. ഹറി അപ്പ്, പെട്ടെന്ന് എടുത്തേ. ഹറി അപ്പ്, പെട്ടെന്ന്. ദ ഷെൽ സെഡ് അപ്പു. ആ തേങ്ങാമുറി,
said അപ്പു പറയാ എന്തിനാ ഈ തേങ്ങാമുറി? ഗിവ് മീ ദ ഷെൽ. ആ തേങ്ങാമുറി ഇങ്ങ് തന്നെ. ഐ വിൽ പോർ ഇറ്റ് ഇൻ ടു ദ ഷെൽ. ഞാൻ അതിനകത്തേക്ക് ഒഴിച്ചു കൊണ്ടുവരാം. യെസ്, യു സ്റ്റാൻഡ് ബൈ ദ ബാക്ക് ഡോർ ആൻഡ് കീപ് എ ലുക്ക് ഔട്ട്. നീ ആ പിന്നാമ്പുറത്തെ വാതിലിൻ്റെ അവിടെ നിൽക്ക്, എന്നിട്ട് നോക്ക് ആരെങ്കിലും വരുന്നുണ്ടോ എന്ന്. അപ്പോൾ പേടിയുണ്ട് ആർക്ക്? അപ്പുവിനും. യെസ്, മൈൻഡ് യു ഡോണ്ട് സ്പിൽ എനി ഓയിൽ ഓൺ ദ ഫ്ലോർ. നോക്കേ, ഒരു തുള്ളി ഓയിൽ പോലും തറയിൽ ഉറ്റിക്കരുത്. ബെറ്റർ ബി കെയർഫുൾ. നന്നായി സൂക്ഷിച്ചോ. അതർവൈസ് മാ വിൽ നോ ഫോർ ഷുവർ. അല്ലെങ്കിൽ എന്തായാലും അമ്മ അറിയും. യു ആർ സച്ച് എ ഗുഡ് ഫോർ നത്തിങ്. നിന്നെ അല്ലെങ്കിൽ ഒന്നിനും കൊള്ളില്ല. ഗുഡ് ഫോർ നത്തിങ്, ഒന്നിനും കൊള്ളാത്തവൻ അല്ലെങ്കിൽ ഒന്നിനും കൊള്ളില്ല. യെസ്, വെൻ അപ്പു കെയിം ഔട്ട് ഓഫ് ദ ഹൗസ്. അപ്പു ഈ എണ്ണ എടുത്ത് പുറത്തേക്ക് വന്നപ്പോൾ ദുർഗ ടുക്ക് ദ കോക്കനട്ട് ഷെൽ ഫ്രം ഹിം. ദുർഗ ആ കോക്കനട്ട് ഷെൽ, തേങ്ങാ മുറി അവൻ്റെ കയ്യിൽ നിന്നും എടുത്തു. ആൻഡ് എക്സ്പേർട്ട്ലി ഗോട്ട് ദ മിക്സ് ഓഫ് ഓയിൽ ആൻഡ് സാൾട്ട് ഇൻ ടു ദ മാംഗോ സ്ലൈസ്. ഓ, വലിയ വിദഗ്ധനെ പോലെ, എക്സ്പേർട്ടിനെ പോലെ ഈ മാംഗോ കഷ്ണങ്ങളിലേക്ക് ഈ ഉപ്പും ഓയിലൊക്കെ ഇടുക. ആര്? ദുർഗ. യെസ്, വലിയ എക്സ്പേർട്ട്, പാചക വിദഗ്ധനൊക്കെ പോലെ. നമ്മൾ ഈ തേങ്ങാമുറിയിൽ വെച്ച സ്ലൈസ് ഇല്ലേ, ടെൻഡർ മാംഗോ, പച്ചമാങ്ങയുടെ കഷ്ണത്തിലേക്ക് ഈ ഓയിലും ഉപ്പും എടുത്തിടുക. ആര്? ദുർഗ. യെസ്, ഹിയർ പുട്ട് ഔട്ട് യുവർ ഹാൻഡ്. ആ കൈ നീട്ടിക്കേ, ഇനി ആ കൈ നീട്ടിക്കേ. അപ്പം ഇവള് ആ മിക്സൊക്കെ ചേർത്ത് നന്നായിട്ടങ്ങ് സെറ്റാക്കി. എന്ത്? പിക്കിൾ. യെസ്, ദീദി ആർ യു ഗോയിങ് ടു ഈറ്റ് ഓൾ ദ റെസ്റ്റ് യുവർ സെൽഫ്. ഈ കൈ നീട്ടി കുറച്ച് എന്ത് ചെയ്തു? എന്നാ പറഞ്ഞ് കുറച്ച് കൊടുത്തു. ആർക്ക്? അപ്പുവിന്. അപ്പോൾ അപ്പുവിൻ്റെ നോട്ടം ബാക്കിയുള്ള ഈ ടെൻഡർ മാംഗോയിലേക്കാണ്, ബാക്കിയുള്ള ഈ പിക്കിളിലേക്ക് ആരുടെ നോട്ടം? അപ്പു ചോദിക്കുക, ബാക്കിയുള്ളത് മുഴുവൻ ചേച്ചി ഒറ്റക്ക് കഴിക്കുകയാണോ? നമുക്കുണ്ടാവില്ലേ ഇതേപോലെ അനുഭവം? യെസ്, ഡു യു തിങ്ക് യു ക്യാൻ ഗെറ്റ് അസ് എ നൈസ് ചില്ലി. നീ ഒരു മുളക് എടുത്ത് വരുമോ? എരിവിനെ മുളക് വേണ്ട, അപ്പം നീ ഒരു ചില്ലി എടുത്തിട്ട് വരുമോ, മുളക് എടുത്തിട്ട് വരുമോ? ഐ വിൽ ഗിവ് യു എൻ എക്സ്ട്രാ സ്ലൈസ് ഇഫ് യു ഡു. നീ കൊണ്ടു തന്നാൽ ഞാൻ ഒരു കഷ്ണം കൂടി തരാം. യെസ്, ബട്ട് ഹൗ ഷാൾ ഐ ഗെറ്റ് ടു ദ ചില്ലീസ് ദീദി? എങ്ങനെ എനിക്ക് ചില്ലീസ് കിട്ടും ചേച്ചി? ദി ആർ റൈറ്റ് അപ്പ് ഓൺ ദ ഷെൽഫ്. അത് ഷെൽഫിൽ ഏറ്റവും മുകളിലല്ലേ. ഐ കാണ്ട് ഈവൻ റീച്ച്. എനിക്ക് അവിടെ എത്തത്ത് പോലും ഇല്ല, പിന്നെ എങ്ങനെയാണ് ഞാൻ എടുത്തുകൊണ്ടുവരാം? അത് ഷെൽഫിൽ ഏറ്റവും മുകളിലല്ലേ ചേച്ചി. എന്ത്? ചില്ലി. യെസ്, ഡോൺ ബോദർ. കുഴപ്പമില്ല, നീ വിഷമിക്കണ്ട. ഐ വിൽ ഗെറ്റ് സം മോർ മാംഗോസ് ലേറ്റർ ഇൻ ദ ഡേ. ഞാൻ പിന്നെ ഒരു ദിവസം ഞാൻ കുറച്ച് മാങ്ങ കൂടി കൊണ്ടുവരാം. യു നോ ദാറ്റ് ട്രീ ബൈ ദ പോണ്ട്. നിനക്ക് ആ കുളത്തിൻ്റെ അടുത്തുള്ള മരം അറിയില്ലേ? ദർ ഈസ് ലോട്ട്സ് ആൻഡ് ലോട്ട്സ് ഓഫ് ബഡ്ഡിങ് മാംഗോസ്. അവിടെ ഒരുപാട് ബഡ്ഡിങ് മാംഗോസ്. കണ്ണിമാങ്ങ. ബഡ്ഡിങ് മാംഗോസ്, കണ്ണിമാങ്ങ അല്ലെങ്കിൽ ഉണ്ണിമാങ്ങ. ബഡ്ഡിങ് മാംഗോസ്, കണ്ണിമാങ്ങ. യെസ്, ഈ വേർഡൊക്കെ കൂട്ടുകാർ നോട്ട് ചെയ്യണേ. ബഡ്ഡിങ് മാംഗോസ്, കണ്ണിമാങ്ങ. അവർ ഉപ്പിലിടാൻ, പിക്കിളിടാൻ എന്ത് മാങ്ങയാണ് ഉപയോഗിച്ചത്? ബഡ്ഡിങ് മാംഗോസ് അല്ലെങ്കിൽ സ്ലൈസസ് ഓഫ് ഗ്രീൻ ടെൻഡർ മാംഗോ. യെസ്, there is lots and lots of budding mangoes that will fall off in the afternoon sun. ഉച്ചക്കത്തെ വെയിൽ വീഴും കുറേ കണ്ണിമാങ്ങകൾ. അവിടെ ആ കുളത്തിൻ്റെ അടുത്തുള്ള മരമില്ലേ, അവിടെ വീഴും. അവിടെ ഉണ്ട് എന്ത്? മാംഗോ. യെസ്, ദ ബാക്ക് ഡോർ ഓപ്പൺ വിത്ത് എ ഷാർപ്പ് ക്ലാങ് ആൻഡ് സാർബോജോയ വാസ് ഹേർഡ് കോളിംഗ് ഔട്ട് ദ ബാക്ക് ഡോർ. അപ്പോൾ പെട്ടെന്നാണ് പിന്നാമ്പുറത്തെ വാതിൽ ഒരു മൂർച്ചയുള്ള ശബ്ദം, മൂർച്ചയേറിയ ശബ്ദത്തോടെ പിന്നാമ്പുറത്തെ വാതിൽ തുറക്കുക. ആരായിരിക്കും അത്? സാർബോജോയ. യെസ്, ആരാണ്? സാർബോജോയ. വാസ് ഹേർഡ് കോളിംഗ് ഔട്ട്. ദുർഗ, ഓ ദുർഗ. സാർബോജോയ വന്നിട്ട് വിളിക്കുക, ദുർഗ. ആരാ സാർബോജോയ? പറഞ്ഞേ. യെസ്, ദെയർ മദർ അല്ലേ. ദുർഗയുടെയും അപ്പുവിൻ്റെയും അമ്മയാണ് ആര്? സാർബോജോയ. യെസ്, പേര് ശ്രദ്ധിക്കണേ. സാർബോജോയ. യെസ്, സാർബോജോയ. ദാറ്റ്സ് മാ കോളിംഗ്. അയ്യോ, അമ്മ വിളിക്കുന്നു. ക്വിക്ക് ഗോ ആൻഡ് സീ വാട്ട്സ്ആപ്പ്. പെട്ടെന്ന് പോയി നോക്കിയേ. എന്തിനാ വിളിക്കുന്നത്? പോയി നോക്കിക്കേ. ഫിനിഷ് ഇറ്റ് അപ്പ് ഓവർ ദർ. പെട്ടെന്ന് ഇത് ഇവിടുന്ന് തന്നെ കഴിച്ചിട്ട് പോ, ഇവിടുന്ന് തന്നെ തീർത്തിട്ട് പോ. നോ വെയിറ്റ്, യു ഹാവ് ഗോട്ട് ഗ്രെയിൻസ് ഓഫ് സോൾട്ട് ഓൾ ഓവർ യുവർ മൗത്ത്. നിന്റെ മുഖത്ത് മുഴുവൻ ഈ മാങ്ങയുടെ തരികളുണ്ട്. വൈപ്പ് ദം എവേ ഫസ്റ്റ്. അതാദ്യം തുടച്ചിട്ട് പോ. അമ്മ പെട്ടെന്ന് വരാം. ഓ, അമ്മ വിളിക്കുന്നു. പെട്ടെന്ന് പോയി നോക്കിക്കേ. എന്തിനാണ് വിളിക്കുന്നത്? പോയി നോക്കിക്കേ. ഓ വെയിറ്റ്, നിന്റെ മുഖത്ത് മുഴുവൻ ഈ തരികളുണ്ട്, അതെല്ലാം തുടച്ചിട്ട് പോ. എല്ലാം തുടക്കി, എന്നിട്ട് അത് ക്ലീൻ ചെയ്തിട്ട് പോയാൽ മതി എന്ന് പറയാണ് ആര്? ദുർഗ. യെസ്, ദുർഗ ഹേർഡ് ഹെർ മദർ കോൾ ഔട്ട് യെറ്റ് അഗെയിൻ. വീണ്ടും ദുർഗയെ അമ്മ വിളിച്ചു. അത് ദുർഗ കേട്ടു. ബട്ട് ദർ വാസ് നോ വേ ഷീ കുഡ് റിപ്ലൈ ഫോർ ഹർ മൗത്ത് വാസ് ക്വൈറ്റ് ഫുൾ. പക്ഷേ അതിന് മറുപടി കൊടുക്കാൻ ഒരു വഴിയുമില്ല. കാരണം അവളുടെ വായ മുഴുവൻ ഫുള്ള് എന്തായിരുന്നു? പിക്കിളായിരുന്നു. യെസ്, അവളുടെ വായ മുഴുവൻ പിക്കിൾ, അച്ചാറുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് മറുപടി പറയാൻ പോലും പറ്റുന്നില്ല. കാരണം ഈ മാംഗോസ് എല്ലാം അമ്മ കാണാതെ കഴിക്കണ്ടേ. അപ്പോൾ ഇങ്ങനെ ഓരോ പീസ് എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എങ്ങനെയാണ് മറുപടി പറയാൻ നേരം? യെസ്, she began furiously devouring the slices of pickled mango. അവൾ
പെട്ടെന്ന്, ഫ്യൂരിയസ്ലി, പെട്ടെന്ന്, അതിവേഗത്തിൽ, ഫ്യൂരിയസ്ലി, പെട്ടെന്ന്, ഡീവോറിങ്, വിഴുങ്ങുക. അവൾ പെട്ടെന്ന് വിഴുങ്ങുന്നു. പെട്ടെന്ന് ആ ഒരു പിക്കിളില്ലേ, ഒരുപാട് പിക്കിളില്ലേ, അപ്പോൾ ആ പിക്കിളെല്ലാം അവൾ പെട്ടെന്ന് വിഴുങ്ങുക. അവൾക്ക് മറുപടി പറയാൻ പോലും നേരമില്ല. ഫ്യൂരിയസ്ലി ഡിവോറിങ് ദ സ്ലൈസസ് ഓഫ് പിക്കിൾഡ് മാംഗോ. അച്ചാറിട്ട മാങ്ങ അവൾ പെട്ടെന്ന് വിഴുങ്ങുക. യെസ്. When she found that she still had many left, ഇനിയും ഒരുപാട് ബാക്കിയുണ്ടെന്ന് അവൾക്ക് മനസ്സിലായപ്പോൾ she hid behind the trunk of the jackfruit tree. അവൾ എന്ത് ചെയ്തു? ജാക്ക് ഫ്രൂട്ട് ട്രീയുടെ ട്രങ്ക് പൊത്ത്, മരപ്പൊത്ത്, ജാക്ക് ഫ്രൂട്ട് ട്രീയുടെ പിന്നിലുള്ള ആ ഒരു പൊത്തിൽ അവൾ ഒളിച്ചു. ഇനി ഒരുപാട് മാംഗോ ഉണ്ട്, പിക്കിളുണ്ട്, അപ്പോൾ ഇത് മുഴുവൻ കഴിക്കണ്ടേ? അമ്മ കണ്ടാൽ വഴക്ക് പറയും. അപ്പോൾ എന്ത് ചെയ്യുക? അവൾ ആ ജാക്ക് ഫ്രൂട്ട് ട്രീയുടെ പിറകിലുള്ള ആ ഒരു പൊത്തിൽ ഒളിക്കുകയാണ്. യെസ്. jackfruit tree and started to gobble up the rest. ഗോബിൾ കൂട്ടുകാർ ഇതെല്ലാം എഴുതിയെടുത്തില്ലേ? ഞാനത് മായ്ക്കുന്നേ. ഗോബിൾ അപ്പ്, വിഴുങ്ങുക. യെസ്, ഗോബിൾ അപ്പ്, വിഴുങ്ങാൻ തുടങ്ങി. അവൾ ആ ജാക്ക് ഫ്രൂട്ട് ട്രീയുടെ പിറകിൽ ആ ഒരു പൊത്തില്ലേ, ആ ഒരു പൊത്തിൽ ഒളിച്ചു നിന്ന് അവിടുന്ന് കഴിക്കുക. എന്നിട്ട് എന്താ പരിപാടി? ഇങ്ങനെ വിഴുങ്ങുക. ഗോബിൾ, വിഴുങ്ങുക. ഗോബിൾ, വിഴുങ്ങുക. ഇനി ഒരുപാട് പിക്കിൾ ഉണ്ടെന്ന് കണ്ടപ്പോൾ അവൾ ആ ജാക്ക് ഫ്രൂട്ട് ട്രീയുടെ പിറകിലുള്ള പൊത്തിൽ ഒളിച്ച് മാങ്ങ ഓരോരോ പിക്കിൾ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക. വിഴുങ്ങുക, ചവയ്ക്കാൻ പോലും നേരമില്ല, അവൾ ഇങ്ങനെ വിഴുങ്ങുക. യെസ്. അപ്പു stood beside her frantically swallowing his share. അപ്പുവും വിട്ടില്ല. അപ്പു അവളുടെ പിറകിൽ frantically swallowing, ഭ്രാന്തമായി വിഴുങ്ങുക. ഭ്രാന്തമായി അല്ലെങ്കിൽ വെകിളി പിടിച്ച് ഭ്രാന്തമായി വിഴുങ്ങുക. വളരെ പെട്ടെന്ന് ഇത് വായിലോട്ടിടാൻ തുടങ്ങി. ആര്? അപ്പു. യെസ്, അപ്പു ചേച്ചിയുടെ തൊട്ട് പിറകിൽ നിന്ന് ഈ പിക്കിളെല്ലാം ഭ്രാന്തമായി പെട്ടെന്ന് വെകിളി പിടിച്ച പോലെ കഴിക്കാൻ തുടങ്ങി. എന്ത്? ഈ മാംഗോ. യെസ്. For there was no time to chew. അവിടെ ചവയ്ക്കാൻ പോലും നേരമില്ല. ചവയ്ക്കില്ലേ? അതിന് പോലും നേരമില്ല. As he ate, he smiled a guilty smile at his sister. അവൻ മുഴുവൻ കഴിച്ചു കഴിഞ്ഞപ്പോൾ ചേച്ചിയെ നോക്കിയിട്ട് ഒരു നോട്ടം, ഒരു മക്കാറാക്കുന്ന ഒരു നോട്ടം, എന്താ ഒരു കുറ്റബോധത്തോടെയൊക്കെ നോക്കുന്ന പോലെ ഒരു നോട്ടം. ഇവൻ്റെ മുഴുവൻ തിന്നു കഴിഞ്ഞില്ലേ? ചേച്ചിയുടെ ഒരുപാടില്ലേ കയ്യിൽ? ചേച്ചി കുറച്ചല്ലേ കൊടുത്തുള്ളൂ. ആർക്ക്? അപ്പുവിന്. അപ്പോൾ അപ്പു വേഗം ഇതെല്ലാം കഴിച്ച് പെട്ടെന്ന് വിഴുങ്ങിയിട്ട് ചേച്ചിയെ ഇങ്ങനെ നോക്കി നിൽക്കുക. നെക്സ്റ്റ്, യു ലിറ്റിൽ മങ്കി, എടാ കൊരങ്ങ. ഷീ സെഡ് ടു ഹർ ബ്രദർ. അവള് അനിയനോട് പറഞ്ഞു, വൈ ഡോണ്ട് യു വൈപ്പ് യുവർ ഫേസ്? എടാ നിനക്ക് നിൻ്റെ മുഖം ഒന്ന് തുടച്ച് ക്ലീൻ ആക്കിക്കൂടെ? ദർ ഈസ് സോൾട്ട് ഓൾ ഓഫ് യുവർ ഫേസ്. ഈവൻ ഇപ്പം പോലും നിൻ്റെ മുഖത്ത് മുഴുവൻ ഉപ്പിൻ്റെ കഷ്ണമുണ്ട്. ദെൻ പുട്ടിങ് ഓൺ എ മോസ്റ്റ് ഇന്നസെൻറ്റ് എക്സ്പ്രഷൻ ഷീ എൻറ്റേർഡ് ദ ഹൗസ്. അവൾ അവളുടെ മുഖത്തുള്ളെല്ലാം തുടച്ച് ക്ലീൻ ആക്കിയിട്ട് ഒരു നിഷ്കളങ്ക ഭാവത്തിൽ, ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന് പറയുന്ന പോലെ, ഒന്നും അറിയാത്ത പോലെ അവൾ വീട്ടിലേക്ക് കയറിപ്പോയി ഒരു നിഷ്കളങ്ക ഭാവത്തിൽ. വാട്ട് ഈസ് ഇറ്റ് മാ? ഷി ആസ്ക്ഡ്. എന്താ അമ്മ എന്തിനാ വിളിച്ചേ? ഒന്നും അറിയില്ല, അങ്ങനെയാണ് കയറി പോകുന്നത്. ആൻഡ് where had you gone a wandering? നീ വീണ്ടും എങ്ങോട്ടാ അലയാൻ പോയത്? വാണ്ടറിങ്, അലഞ്ഞു നടക്കുക. വാണ്ടറിങ്, അലയുക, അലയുന്ന. രാവിലെ പോയതല്ലേ? ആര്? ദുർഗ. അപ്പോൾ ഇപ്പോഴാണ് കയറി വരുന്നത്. അപ്പോൾ അമ്മ സാർബോജോയെ ചോദിക്കാം, നീ വീണ്ടും എങ്ങോട്ട് അലയാൻ പോയത്? മേ ഐ നോ? ഒന്ന് പറഞ്ഞാട്ടെ, കേൾക്കട്ടെ ഞാൻ. ആസ്റ്റ് സാർബോജോയെ ചോദിച്ചു. ആൻഡ് വേർ ഇസ് ദാറ്റ് മങ്കി ഗോൺ? എവിടെ? അല്ല, മറ്റേ കുരങ്ങൻ എവിടെ? ഇയാൾ രാവിലെ പോയതല്ലേ ദുർഗ? അപ്പോൾ ഇപ്പോഴാണ് കയറി വരുന്നത്. അപ്പോൾ അമ്മ ചോദിക്കാം, എവിടെയാണ് നീ ഇന്ന് അലഞ്ഞത്? കേൾക്കട്ടെ, പറഞ്ഞാട്ടെ. അപ്പോൾ അവർ മാത്രമാണോ? അല്ല, അപ്പു. മറ്റേ കുരങ്ങൻ എവിടെ എന്ന് ചോദിക്കാറ്? സാർബോജോയ. ഐ ആം ഹംഗ്രി മാ. അപ്പോൾ ഇതും പറഞ്ഞുകൊണ്ട് അനൗൺസ്ഡ് അപ്പു അപ്പിയറിങ് സഡൻലി. പെട്ടെന്ന് അമ്മ എനിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞ് വരികയാണ് ആര്? അപ്പു. ഈ മാംഗോ പിക്കിളെല്ലാം കഴിച്ചിട്ട് പറയാം എനിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞ് വരികയാണ് ആര്? അപ്പു. യെസ്. നൗ ഹോൾഡ് ഓൺ, ലെറ്റ് മീ ടേക്ക് എ ബ്രീത്ത്. ഒന്നവിടെ നിൽക്ക്, ഞാനൊന്ന് ശ്വാസം എടുത്തോട്ടെ. ലെറ്റ് മീ ടേക്ക് എ ബ്രീത്ത്. ശ്വാസം. ഞാനൊന്ന് റിലാക്സ് ചെയ്യട്ടെ, ഞാനൊന്ന് റെസ്റ്റ് എടുക്കട്ടെ, ഒന്ന് ശ്വാസം വിടട്ടെ മോനെ, ഒന്നവിടെ നിൽക്ക്. അങ്ങനെ പറയൂലേ നമ്മുടെ പാരൻസ് ജോബിന് പോയി വല്ലാതെ ടയേർഡായി വരുമ്പോൾ, അല്ലെങ്കിൽ അവർ പണിക്കൊക്കെ പോയി ക്ഷീണിച്ച് വരുമ്പോൾ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം തരും അമ്മയെന്ന് ചോദിക്കില്ല. അപ്പം അമ്മ എന്ത് പറയും? ചിലപ്പോൾ അവിടെ നിൽക്കും മോനെ, ഞാനൊന്ന് ശ്വാസം വിടട്ടെ, ഒന്ന് കാറ്റ് വിടട്ടെ എന്ന് പറയില്ലേ? അതേപോലെയാണ് ആര് പറയുന്നത്? സാർബോജോയ. ആര്? സാർബോജോയ. യെസ്.
ഓ ദുർഗ ഗോ ആൻഡ് ചെക്ക് ഓൺ ദ കാഫ്. ദുർഗ നീ പോയി ആ പശുക്കുട്ടിയെ നോക്കിയേ, പശുക്കുട്ടി ഇങ്ങനെ അലഞ്ഞു നടക്കുന്നുണ്ട്. വിൽ യു, നീ നോക്കുവോ? ഇറ്റ്സ് ബീൻ ലോയിങ് എവേ, അത് രാവിലെ തൊട്ട് ഇങ്ങനെ അലഞ്ഞു നടക്കുന്നുണ്ട്. ലോയിങ് എവേ, അകന്ന് നടക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ തെണ്ടി തിരിഞ്ഞ് നടക്കുന്നുണ്ട് അതിലൂടെ. ആര് കാഫ്, പശുക്കിടാവ്, പശുക്കുട്ടി. യെസ്. എ ലിറ്റിൽ ലേറ്റർ വെൻ ഷീ സാറ്റ് ഡൗൺ ഇൻ ദ വെരാന്ത, കുറച്ച് കഴിഞ്ഞ് അവർ ആ വെരാന്തയിൽ ഇരുന്നതിന് ശേഷം ഇൻ ഫ്രണ്ട് ഓഫ് ദ കിച്ചൺ ടു കട്ട് അപ്പ് എ ക്യുക്കംബർ ഫോർ ചിൽഡ്രൻ, അവർ കിച്ചണിൻ്റെ മുമ്പിലുള്ള വരാന്തയിൽ ഇരുന്ന് ക്യുക്കംബർ, കക്കിരി, വെള്ളരി കുട്ടികൾക്ക് വേണ്ടി കഴിക്കാൻ. അവൻ വിശക്കുന്നെന്ന് പറഞ്ഞില്ലേ ആര്? അപ്പു. അപ്പം അപ്പുവിന് കഴിക്കാൻ, വിശക്കുന്നതിന് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി തയ്യാറാക്കുകയാണ് ആര്? സാർബോജോയ. കിച്ചണിൻ്റെ അടുക്കളയുടെ മുമ്പിലുള്ള വരാന്തയിൽ വെച്ചിട്ട് ക്യുക്കംബർ അരിയാൻ വേണ്ടി നിൽക്കുകയാണ് ആര്? സാർബോജോയ. അപ്പു ഫ്ലോപ്ഡ് ഡൗൺ നെക്സ്റ്റ് ടു, അപ്പു വേഗം അമ്മയുടെ തൊട്ടടുത്ത് പോയിരുന്നു. മാ ഡു ടേക്ക് സം മോർ ഓഫ് ദ വൈറ്റ് സ്റ്റഫ് ഔട്ട് ഓഫ് ദ ക്യുക്കംബർ. അമ്മേ ആ വെള്ള സാധനമല്ലേ അത് കുറച്ചുകൂടെ എടുത്തേ, ആ കക്കിരിന്ന് വെള്ളരിന്ന് ആ വെള്ള സാധനം കുറച്ചുകൂടെ എടുത്തേ. ഇറ്റ് സ്റ്റിക്സ് ഇൻ മൈ മൗത്ത്, അത് എൻ്റെ വായിൽ കുത്തും. സ്റ്റിക്സ് തറയ്ക്കുക, തറയ്ക്കുക, മുള്ളു തറക്കില്ലേ അതേപോലെ. അപ്പം പറയാണ് ഭയങ്കര എക്സ്പേർട്ടായിട്ട് പറയാണ് ആര്? അപ്പു പറയാം, അമ്മേ ആ വൈറ്റ് സാധനമല്ലേ അത് കുറച്ചുകൂടെ ഒന്ന് എടുത്തേ, എൻ്റെ ഇവിടെ കുത്തും, വായിൽ കുത്തും എന്ന് പറയുന്നു അപ്പു. യെസ്. ദുർഗ spread out her palm to get her share and asked a little hesitantly, കുറച്ച് നാണത്തോടെ, മടിയോടെ, മടിയോടെ ആര് ചോദിക്കുക? ദുർഗ കൈ നീട്ടി ദുർഗയുടെ ഷെയർ ചോദിക്കാം കുറച്ച് മടിയോടെ. ഇതിലെന്താ ചോദിക്കുന്നത്? ഈസ് ദർ എനി മോർ ഓഫ് ദ റൈസ് ഫ്രൈം, അവിടെ ചോറ് ഇരിപ്പില്ലേ അമ്മ, ഇനി ചോറില്ലേ? ഓ, അപ്പം ആരാണ് പറയുന്നത്? ഇവിടെയാണ് ട്വിസ്റ്റ്. ശ്രദ്ധിച്ച് കേൾക്കണേ. ഓ ഇറ്റ്സ് ഇമ്പോസിബിൾ, ഓ എനിക്ക് കഴിയുന്നില്ല. ഓൾ ദോസ് സ്റ്റാർട്ട് മാംഗോസ് ഹാവ് സെറ്റ് മൈ ടീത്ത് ഓൺ ഇറ്റ്. ഓ ആ പുളി പിടിച്ച ഈ മാങ്ങ എല്ലാം എൻ്റെ പല്ല് പുളിപ്പിക്കുന്നു. ഓ എനിക്ക് പറ്റുന്നില്ല, ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല. ക്യുക്കംബർ വായിലോട്ട് ഇടാൻ നോക്കുകയാണ് ആര്? നമ്മുടെ അപ്പു. അപ്പം അപ്പു പറയാം, ഓ പല്ല് പുളിക്കുന്നേ, ആ പച്ച മാങ്ങൻ്റെ പുളിപ്പ് എൻ്റെ പല്ല് പുളിപ്പിക്കുന്നു എന്ന് പറയുന്നു അപ്പു. ഇതുവരെ സീക്രട്ടായി വെച്ച കാര്യം അല്ലേ, അപ്പുവിനോട് അറിയാതെ പറഞ്ഞു പോയി. അപ്പു ചെറുതല്ലേ. യെസ്. സെറ്റ് മൈ ടീത്ത് ഓൺ എഡ്ജ്, ഇതൊരു ഇഡിയമാണ്, ഒരു പ്രയോഗമാണ് കേട്ടോ. ഇത് എന്താ വല്ലാതെ ശല്യപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇഡിയമാണ് സെറ്റ് ടീത്ത് ഓൺ എഡ്ജ്. ഓക്കെ, ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും കേട്ടോ. ഓക്കെ, അപ്പോൾ എൻ്റെ പല്ല് പുളിപ്പിക്കുന്ന അമ്മേ, എനിക്ക് തിന്നാൻ കഴിയുന്നില്ല എന്ന് പറയാണ് അപ്പു. ബിഗാൻ അപ്പു. ഹി സ്റ്റോപ്ഡ് ആബ്രപ്റ്റ്ലി, പെട്ടെന്ന് നിർത്തി. പറഞ്ഞു വന്നോളൂ. അപ്പോൾ ആബ്രപ്റ്റ്ലി പെട്ടെന്ന്, ഇങ്ങനെ അറിയാതെ പറഞ്ഞു പോയതല്ലേ ആരോട്? അപ്പുവിനോട്. ഇത് സീക്രട്ട് അല്ലേ. അപ്പം അപ്പു അറിയാതെ പെട്ടെന്ന് നിർത്തി. യെസ്. ആബ്രപ്റ്റ്ലി when he saw Durga frowning and winking at him. ദുർഗ അവൻ്റെ നോക്കിയിട്ട് frowning and winking. ഞാൻ വായിക്കുകയാണേ. ഫ്രൗണിങ്, നെറ്റി ചുളിക്കുക. ഫ്രൗണിങ്, വിങ്കിങ്, കണ്ണുരുട്ടുക. അപ്പൊ ദുർഗ ഈ രഹസ്യം ആരോട് പറഞ്ഞു? അപ്പു പറഞ്ഞപ്പോൾ ദുർഗ എന്ത് ചെയ്യാ? നെറ്റി ചുളിച്ച് പേടിപ്പിക്കുക. പേടിപ്പിക്കുന്നു. പറഞ്ഞേ? ദുർഗ. യെസ്. ഇൻട്രസ്റ്റിംഗ് അല്ലേ സ്റ്റോറി? യെസ്. വേർ ഡിഡ് യു ഗെറ്റ് മാംഗോസ് ഫ്രം? അല്ല, അവിടെ നിൽക്കേ, ഈ മാങ്ങ എവിടെ നിന്ന് കിട്ടി? ആരാ ചോദിക്കുന്നത്? സാർബോജോയ. യെസ്. ആസ്ക്ഡ് ഹിസ് മദർ. അപ്പു വാസ് അഫ്രൈഡ് ടു ടെൽ ദ ട്രൂത്ത്. അപ്പുവിന് സത്യം പറയാൻ പേടിയായി. ഹി ലുക്ക്ഡ് ക്വസ്റ്റനിങ്ലി അറ്റ് ഹിസ് സിസ്റ്റർ വണ്ടറിങ് വാട്ട് ടു റിപ്ലൈ. അപ്പു ചേച്ചിയുടെ മുഖത്ത് ഒന്നും അറിയാത്ത പോലെ, ഒരു ചോദ്യചിഹ്നം പോലെ ഇങ്ങനെ നോക്കി നിൽക്കുക, കൈ പിടിച്ച് ഇങ്ങനെ നിൽക്കുക. അപ്പു. ആരെടുത്ത്? യെസ്, സിസ്റ്റർ ദുർഗയുടെ അടുത്ത്. ദുർഗ ഇങ്ങനെ ഒന്നും സത്യം പറയാൻ പേടിച്ചിട്ട് എന്ത് പറയണമെന്ന് അറിയാതെ ചോദ്യചിഹ്നം പോലെ ക്വസ്റ്റനിങ്ലി ചോദ്യചിഹ്നമായി ആരാ നോക്കുന്നത്? അപ്പു ദുർഗയെ നോക്കുക സാർബോജോയ ചോദിച്ചപ്പോൾ. യെസ്. സാർബോജോയ ടേൺഡ് ടു ഹർ ഡോട്ടർ ആൻഡ് ഡിമാൻഡ്. സാർബോജോയ്ക്ക് മനസ്സിലായി ഇത് എവിടുന്നാ വന്നത്. എന്നിട്ട് സാർബോജോയ മകളുടെ നേരെ തിരിഞ്ഞിട്ട് ചോദിക്കാം, സോ യു ഹാഡ് ഗോൺ ഔട്ട് അഗൈൻ. അപ്പം നീ വീണ്ടും പോയല്ലേ? അപ്പോൾ തല്ലാൻ വേണ്ടി ഓങ്ങി നിൽക്കുക. ദുർഗ വിളറി.
പെയിൽഡ് വിളറി, പരിഭ്രാന്തമായി പെയിൽഡ് വിളറി. ആസ്ക് ഹിം ഐ വാസ് ജസ്റ്റ് ദർ ബൈ ദ ജാക്ക് ഫ്രൂട്ട് ട്രീ ആൻഡ് ദെൻ ജസ്റ്റ് ആസ് യു കോൾ. അവനടുത്ത് ചോദിക്കൂ, ഞാനിത് ഈ ജാക്ക് ഫ്രൂട്ട് ട്രീയുടെ തൊട്ടടുത്തുണ്ടായിരുന്നു, അപ്പോഴാണ് അമ്മ എന്നെ വിളിച്ചത്. ഞാൻ എങ്ങും പോയിട്ടില്ല, ഞാൻ ഈ ജാക്ക് ഫ്രൂട്ട് ട്രീയുടെ തൊട്ടടുത്തുണ്ടായിരുന്നു, അപ്പോഴാണ് അമ്മ എന്നെ വിളിച്ചത്. ഫോർച്ചുനേറ്റ്ലി ദ കോൺവെർസേഷൻ വാസ് കട്ട് ഷോർട്ട് ബൈ ദ എൻട്രി ഓഫ് ദ മിൽക്ക് വുമൺ ഷൊർണോ. ഭാഗ്യവശാൽ ആ സംഭാഷണം, അല്ലെങ്കിൽ തല്ല് കിട്ടുമായിരുന്നു അല്ലേ, ആരുടെ അടുത്തുനിന്ന്, സാർബോജോയുടെ അടുത്തുനിന്ന് ആർക്ക് കിട്ടും, കണക്കിന് കിട്ടും, ആർക്ക്, ദുർഗയ്ക്ക് അല്ലേ. അപ്പം പെട്ടെന്നാണ് പാൽക്കാരി ഷൊർണോ, മിൽക്ക് വുമൺ ഷൊർണോ വന്നത്. അതോടെ ആ സംഭാഷണം അവിടെ നിന്നു. ഭാഗ്യവശാൽ, ഫോർച്ചുനേറ്റ്ലി, ഭാഗ്യവശാൽ, യെസ്, ഫോർച്ചുനേറ്റ്ലി, ഭാഗ്യവശാൽ. കോൺവെർസേഷൻ, സംഭാഷണം അല്ലേ. ഞാൻ എഴുതുന്നതിൻ്റെ സ്പെല്ലിങ് കൂട്ടുകാർ നോക്കണം കേട്ടോ. അഥവാ ഞാൻ എഴുതുന്നത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ താഴെ കമൻ്റായി കൊടുക്കുക. ഓക്കെ, ഡൺ. ഷീ ഹാഡ് കം ടു മിൽക്ക് ദെയർ കൗ. പാൽക്കാരി അവരുടെ പശുവിൻ്റെ പാല് കറക്കാൻ വേണ്ടി വന്നതാ. ഗോ ക്യാച്ച് ദ കാഫ്. നീ ആ പശുക്കുട്ടി ഇങ്ങ് പിടിച്ചുകൊണ്ട് വന്നേ. സെഡ് സാർബോജോയ ടു ഹെർ ഡോട്ടർ. സാർബോജോയ മകളോട് പറഞ്ഞു, പശുക്കുട്ടി ഇങ്ങനെ അലഞ്ഞ് നടക്കുന്നുണ്ടല്ലേ അതിലൂടെ, അപ്പം അതിനെ നേരത്തെ പിടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. ആര്? സാർബോജോയ. ആരോട്? ദുർഗയോട്. അപ്പം ദുർഗയോട് പറയാണ്, നീ ആ പശുക്കുട്ടി ഇങ്ങ് കൊണ്ടുവന്നേ. അപ്പു ഫോളോഡ് ഹിസ് സിസ്റ്റർ ഔട്ട് ടു വാച്ച് ദ കൗ ബീങ് മിൽക്ക്ഡ്. അപ്പു എന്ത് ചെയ്തു? ചേച്ചിയുടെ പിന്നാലെ തന്നെ പോയി. പാല് കറക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് അപ്പു ദുർഗയുടെ പിന്നാലെ പോയി. ആസ് സൂൺ ആസ് ഹി സ്റ്റെപ്ഡ് ഇൻ ടു ദ ഔട്ടർ കോർട്ട്യാർഡ്. അവൻ ആ മുറ്റത്തുനിന്ന് പുറത്തേക്ക് കാലെടുത്ത് വെച്ചതും ദുർഗ ലാൻഡഡ് ഹിം എ സ്മാർട്ട് ബ്ലോ ഓൺ ഹിസ് ബാക്ക്. അവൻ്റെ മുതുകത്ത് ഒരു അടി വെച്ച് കൊടുത്തു. ആര്? ദുർഗയെ അമ്മയുടെ അടുത്തുനിന്ന് വഴക്ക് വാങ്ങിച്ചില്ലേ അല്ലേ, വഴക്ക് കിട്ടിയില്ലേ ആർക്ക്? ദുർഗയ്ക്ക്. ആര് കാരണം? അപ്പു കാരണം. അപ്പോൾ ദുർഗ വിടുവോ? ഇല്ല, മുതുകത്ത് ഒരു അടി കൊടുത്തു, അവൻ്റെ പുറത്ത് ഒരു അടി കൊടുത്തു. അവൻ മുറ്റത്തുനിന്ന് പുറത്തേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ, യു റച്ച് മാങ്കി, എടാ കൊരങ്ങ. ഷീ മെയ്ഡ് ഫേസസ് അറ്റ് ഹിം ആൻഡ് മിമിക്ഡ് ഹിം. അവൻ്റെ മുഖത്തേക്ക് നോക്കി അവനെ മിമിക് ചെയ്തു. മിമിക്ഡ് അനുകരിച്ചു. മിമിക്ഡ് എന്താ അനുകരിച്ചത് നമുക്ക് നോക്കാം. അനുകരിച്ചു എന്താണ് അനുകരിച്ചത് എന്ന് നമുക്ക് നോക്കാം. All those tart mangoes have set my teeth on edge. ആ പുളിയുള്ള എല്ലാം എൻ്റെ പല്ല് പുളിപ്പിക്കുന്ന പോലും, അവൻ്റെ പല്ല് പുളിപ്പിക്കുന്ന പോലും. ഡംബോ, നോ ബ്രെയിൻസ് അറ്റ് ഓൾ. കഴുത, അല്ലെ എന്താ മണ്ടൻ, ഒരു വിവരമില്ലാത്ത മണ്ടൻ. അവൻ്റെ പല്ല് പുളിപ്പിക്കുന്ന പോലും ഈ പുളിയുള്ള മാങ്ങ എന്ന് അവൻ പറഞ്ഞ അതേ ശൈലിയിൽ മിമിക്ഡ്, അനുകരിച്ചുകൊണ്ട് പറയാണ് ആര്? ദുർഗ. അവൻ്റെ മുഖത്ത് നോക്കിയിട്ട് ആ പല്ല് മുഴുവൻ പുളിപ്പിക്കുന്ന പോലും പുളിയുള്ള മാങ്ങ എന്ന് പറയുന്നു ആര്? ദുർഗ. ഇത്രയുമാണ് സ്റ്റോറി. കൂട്ടുകാർക്ക് മനസ്സിലായോ ഈ സ്റ്റോറി എങ്ങനെയുണ്ട്? ആരൊക്കെ ക്യാരക്ടേഴ്സ് പറഞ്ഞേ? കേൾക്കട്ടെ, പറഞ്ഞേ ആരൊക്കെയാ? അപ്പു, ദുർഗ ആൻഡ് their mother പറഞ്ഞേ സാർബോജോയ. പിന്നെ ഒരു മിൽക്ക് വുമൺ, ആര്? ഷൊർണോ. ഈ 4 പേരല്ലേ ക്യാരക്ടേഴ്സ്. പിന്നെ ഒരാളെ പറയുന്നുണ്ട്, ആരാണ്? ഹരിഹർ. യെസ്, ഹരിഹർസ് സൺ, ഹരിഹറിൻ്റെ മകൻ. ഹരിഹർ ആരാണ്? സാർബോജോയുടെ ഹസ്ബൻഡ്, ഇവരുടെ ഫാദർ അല്ലേ, their father, അല്ലെങ്കിൽ സാർബോജോയാസ് ഹസ്ബൻഡ് ആണ് ആര്? ഹരിഹർ. യെസ്. അപ്പോൾ ഇത്രയുമാണ് സ്റ്റോറി. കൂട്ടുകാർക്ക് മനസ്സിലായോ? അപ്പം ഇതിൻ്റെ ബാക്കി ടെക്സ്ച്വൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്, പിന്നെ ഈ ചാപ്റ്ററിൽ ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യും കേട്ടോ. അപ്പോൾ തൊട്ടടുത്ത വീഡിയോയിൽ തന്നെ ഇതിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും പിന്നെ ആക്ടിവിറ്റീസും നമ്മൾ അപ്ലോഡ് ചെയ്യും. അപ്പം കൂട്ടുകാർക്ക് ചാപ്റ്ററിൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം അല്ലെങ്കിൽ കൂട്ടുകാർക്ക് എന്തെങ്കിലും പറയാനുണ്ട്, കുറച്ച് സ്പീഡ് കുറയ്ക്കണം അല്ലെങ്കിൽ കുറച്ചുകൂടെ സിമ്പിളാക്കി പറഞ്ഞു തരണം, അങ്ങനെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കൂട്ടുകാരുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി അതല്ല, ചാപ്റ്റ്മേറ്റുമായി നേരിട്ട് ബന്ധപ്പെടാൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് നമ്പറും കോൺടാക്ട് നമ്പറും കൊടുത്തിട്ടുണ്ട്. എനി ടൈം കൂട്ടുകാർക്ക് വിളിക്കാം, ഫ്രം എനിവർ, എവിടെ നിന്നും വിളിക്കാം, ഏത് നേരത്തും ഏത് സമയത്തും. യു ക്യാൻ റീച്ച് ഔട്ട് ടു ചാപ്റ്റ്മേറ്റ് ആൻഡ് ദിസ് ഇസ് ചാപ്റ്റ്മേറ്റ് ആൻഡ് ബൈ.